ആ പേരുകൊണ്ട് തന്നെ വളരെ അർത്ഥം വ്യക്തമാണ്. ദീനദയാൽ, ദീനന്മാരോട് ദയ കാണിക്കുന്നയാൾ, ദീനദയാലു. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു കുടുംബജീവിതം. കുടുംബത്തിൽ പിറന്ന് അവിടെ പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്ന അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ദിവസം സ്മൃതി ദിനം എല്ലാ ബൂത്ത് കേന്ദ്രങ്ങളിലും ഒരാഴ്ചക്കകം സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ അർപ്പിക്കുന്ന ആദരവ് അത് ഈ നാടിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അദ്ദേഹം രാഷ്ട്രവും ജനതയും അതിൽ നിന്നും ഭിന്നമല്ലായിരുന്നു. അദ്ദേഹമാണ് രാഷ്ട്രം, അദ്ദേഹമാണ് ജനത. അത്ര കണ്ട് ജനജീവിതവും രാഷ്ട്രജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് ഒന്നായി അനന്യമായി നിലനിന്നിരുന്ന ഒരു ജീവിതചര്യയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയായിരുന്നു. ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. പഠിച്ച് മിടുക്കനായി വളർന്നപ്പോഴും പലരും അദ്ദേഹത്തിൽ കണ്ടത് ഉന്നതമായ നിലയിൽ ഒരു ജോലി സമ്പാദിച്ച് കുടുംബം പുലർത്തുന്ന ഒരു കുടുംബനാഥനായി അദ്ദേഹം മുന്നോട്ടേക്ക് പോകും എന്ന് പല ബന്ധുക്കളും വിചാരിച്ചു. അത്ര കണ്ട് സമർത്ഥനായ, നൈപുണ്യമുള്ള, കഴിവുള്ള, രചനാത്മകമായ, ക്രിയാത്മകമായ, സർഗാത്മകമായ ഒട്ടേറെ പ്രവർത്തികളിൽ തൻ്റെ കഴിവ് തെളിയിച്ച അദ്ദേഹത്തിൽ മറ്റു പലരും കണ്ടിരുന്നത് സ്വാഭാവികമായും ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം ഒരു ഉന്നത പദവി സ്വീകരിച്ച് അങ്ങനെ വളർന്ന് വികസിച്ച് നാട്ടിലെങ്ങും അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായ, പ്രമുഖനായ ഒരാളായി തീരും എന്ന് തന്നെയാണ്. പക്ഷേ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അദ്ദേഹത്തെ ഒട്ടും അലട്ടിയില്ല. പ്രതികൂല സാഹചര്യങ്ങളോട് അദ്ദേഹം മല്ലിട്ടുകൊണ്ട് പോരാട്ടങ്ങൾ നടത്തി അതിനെ അതിജീവിച്ച് തൻ്റെ വ്യക്തിത്വത്തെ അദ്ദേഹം കൂടുതൽ കൂടുതൽ ആകർഷകമാക്കി. ഒരു തെറ്റുപോലും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ ആവാത്ത വിധം, ഒരു പാകപ്പിഴ പോലും, വീഴ്ച പോലും തൻ്റെ ജീവിതത്തിൽ ആർക്കും, എതിരാളികൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാനാവാത്ത വളരെ നിഷ്കളങ്കമായ, നിസ്വാർത്ഥമായ, നിർമ്മലമായ ഒരു വ്യക്തി ജീവിതം അദ്ദേഹത്തിന് നയിക്കാൻ കഴിയും. ആദർശാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകൻ എന്നുള്ള നിലയ്ക്ക് യു പിയിലും വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചു. ബിരുദമെല്ലാം സമ്പാദിച്ചതിന് ശേഷമാണ് ഉന്നതമായ നിലയിൽ ആ ബിരുദമെല്ലാം സമ്പാദിച്ച് അദ്ദേഹം മുഴുവൻ സമയ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അന്നത്തെ സർസംഘചാലക് അദ്ദേഹത്തെ വിളിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാവീണ്യവും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം കാട്ടിയ കുശലതയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടെന്ന് പൂജനീയ ഗുരുജി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരണം, രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല നിങ്ങൾ വഹിക്കണം. ഗുരുജിയുടെ നിർബന്ധപൂർവമായ അപേക്ഷ നിരസിക്കാൻ അന്ന് ദീനദയാൽ ജിക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം വരുന്നത്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. യു പിയിലും മറ്റ് പല സ്ഥലങ്ങളിലും അതിൻ്റെ ചുമതല അദ്ദേഹം ഏറ്റെടുത്ത് വളരെ വിജയകരമായി, പ്രശംസനീയമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചു. അങ്ങനെയാണ് 1967 കോഴിക്കോട് വെച്ച് നടന്ന ജനസംഘം സമ്മേളനത്തിൽ വെച്ചാണ്
അഖില ഭാരതീയ സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ച ആശയങ്ങൾ, ആദർശങ്ങൾ എല്ലാം തന്നെ വളരെ വ്യക്തമായും ഏവർക്കും ബോധ്യപ്പെടുന്നതും മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്നവയായിരുന്നു. വലിയ കാര്യങ്ങൾ വളരെ ചെറിയ വാക്കുകളിലൂടെ ലളിതമായി അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിനു മുമ്പ് നടന്ന ജനസംഘത്തിൻ്റെ പല ക്യാമ്പുകളിലും പരിശീലന ശിബിരങ്ങളിലും അദ്ദേഹം ചില തത്വസംഹിതകൾ മുന്നോട്ടേക്ക് വെച്ചു. ഒരു പാർട്ടി പ്രവർത്തനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് ബൗദ്ധികമായ അടിത്തറയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആശയപരമായ, ആദർശപരമായ ദാർഢ്യം പ്രവർത്തകർക്കുണ്ടാവണം. അപ്പോൾ ഒരു ബൗദ്ധിക അടിത്തറ കെട്ടിപ്പടുക്കണം. ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും പ്രതലത്തിൽ, ഭൂമികയിൽ നിന്നുകൊണ്ട് വേണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് അദ്ദേഹം വ്യക്തമായി ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അതിനുവേണ്ടി തന്നെ വളരെ നാളുകളോളം പല പുസ്തകങ്ങൾ വായിച്ചും നിരവധി ആളുകളുമായി ആശയവിനിമയം നടത്തിയും വലിയ വലിയ പ്രഗത്ഭന്മാരും പ്രശസ്തന്മാരും ഒക്കെയായിട്ടുള്ള ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഒക്കെയായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹം മുന്നോട്ടേക്ക് വ്യക്തമായി ഒരു ദർശനം, ഒരു കാഴ്ചപ്പാട്, ഒരു ദിശാബോധം അന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഭാരതീയ ജനസംഘത്തിൻ്റെ മുന്നിൽ വെച്ചു. അതാണ് ഏകാത്മ മാനവ ദർശനം. ഏകാത്മതയിൽ ഊന്നിക്കൊണ്ടുള്ള മാനവികതയുടെ ദർശനം. പല വ്യത്യസ്തങ്ങളായി ജാതി, മതം, ഭാഷ, വേഷം, ആചാരം, വിശ്വാസം, സങ്കല്പം ഇതൊക്കെ വ്യത്യസ്തമാണ്. വർഗം, വർണ്ണം ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ് ഭാരതം. ഈ വൈവിധ്യം നിലനിൽക്കുന്നിടത്തും ഏകാത്മതയുടെ ഒരു പട്ടുനൂൽ ചരടിലാണ് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കോർത്തിണക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. പണ്ടുകാലം മുതൽ ഭാരതത്തിലെ ജനങ്ങൾ നിലനിന്നിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഡച്ചുകാരും പോർട്ടീസുകാരും ബ്രിട്ടീഷുകാരും മുഗളന്മാരും ഒക്കെ നമ്മുടെ ഭാരതം അടക്കി ഭരിച്ചിരുന്നപ്പോഴും ഈ നാട് ശിഥിലമാകാതെ ഒരേ ചരടിൽ കോർത്തിണക്കിയ മുത്തുകളെ പോലെ ഈ ഭാരതത്തിലെ ജനങ്ങൾ നിലനിന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പല രാജ്യങ്ങളും ശിഥിലമായി? എത്രയോ നാടുകൾ അവിടെയെല്ലാം ശൈഥില്യം സംഭവിച്ച് പല പല കഷണങ്ങളായി ഓരോ രാജ്യം മാറിയപ്പോൾ ഇവിടെ പല പല സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടും ഈ നാട്ടിലെ ജനങ്ങളെ അങ്ങേയറ്റം ഉപദ്രവിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ ഭാരതീയർ എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി നിലകൊള്ളാൻ എന്താണ് ഇതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രം, ഒരു ജനത എന്ന വികാരത്തോടു കൂടി ഭാരതത്തിലുടനീളം എല്ലാ കാലത്തും ഒരുമയോടെ വികാര വായ്പോടുകൂടി ദേശസ്നേഹത്തിലും ദേശഭക്തിയിലും ഒക്കെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സൃഷ്ടികളുണ്ടായി, കവിതകളുണ്ടായി, സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ടായി, ഋഷിശ്രേഷ്ഠന്മാരുണ്ടായി? എന്തുകൊണ്ടൊരു ശങ്കരാചാര്യ സ്വാമികൾക്ക് ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് മഠങ്ങൾ സ്ഥാപിച്ച് ഭാരതം എന്നൊരു കാഴ്ചപ്പാട് എന്തുകൊണ്ട് മുന്നോട്ടേക്ക് വെക്കാൻ കഴിഞ്ഞു? ആ ജനസമൂഹത്തെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന തന്തു, ബിന്ദു ഉണ്ട്. അതിനെ ശക്തിപ്പെടുത്തണം. ആ ഏകാത്മതയുടെ മഹാമന്ത്രം ഈ നാട്ടിലെ ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് നമുക്ക് ഉരുക്കഴിക്കാൻ കഴിയണം. അത് മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതായിരിക്കണം. അങ്ങനെ ഒരു ദർശനം അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചു. ഏകാത്മ മാനവ ദർശനം. അതൊരു ദർശനമാണ്. എന്തുകൊണ്ട് അതൊരു ദർശനം എന്ന് പറയുന്നു? കാരണം അതുണ്ടാക്കിയതല്ല എന്നുള്ളത് കൊണ്ടാണ്. ദർശനം ആരും ഉണ്ടാക്കുന്നതല്ല. അതേസമയം തിയറി, വാദം എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുന്നതാണ്. കമ്മ്യൂണിസം ഒരു വാദമാണ്. സോഷ്യലിസം ഒരു വാദമാണ്. അത് ഒരു തിയറിയാണ്. അതൊരു പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ അടുത്തയാൾ പറയും അത് തെറ്റാണെന്ന് പറയും, വേറൊരു വാദം വരും, തിയറി ഉണ്ടാകും. എന്തുകൊണ്ട്? കാരണം അത് ചിന്തിച്ച് ആലോചിച്ച് എഴുതിയതാണ്. ചിന്തിച്ച് ആലോചിച്ച് ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ്, ഒരാളുടെ സൃഷ്ടിയാണ്. കമ്മ്യൂണിസം വ്യക്തിയുടെ സൃഷ്ടിയാണ്. അതുകൊണ്ട് കാലമുയർത്തുന്ന വെല്ലുവിളികളും ഭീഷണികളും നേരിടാൻ കമ്മ്യൂണിസത്തിന് കഴിയില്ല. മുതലാളിത്തം അത് ഭാവനയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു തത്വമാണ്, ഒരു വാദമാണ്. അത് ദർശനമല്ല.
ദർശനം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കുന്നതല്ല, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടോ അയാളുടെ ബുദ്ധി ശക്തിയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കണ്ടുപിടുത്തമല്ല. മറ്റതൊക്കെ കണ്ടുപിടുത്തങ്ങളാണ്. ഇത് കണ്ടുപിടുത്തമല്ല, ഇത് ദർശനമാണ്. ഭാരതത്തിലെ ഋഷിശ്രേഷ്ഠന്മാർ തലമുറകൾക്ക് മുമ്പ് നീണ്ട തപസ്സിലൂടെ അവരുടെ നിരന്തരമായ അന്വേഷണത്തിലൂടെ അവർക്ക് ദർശിക്കാൻ കഴിഞ്ഞ സത്യമാണ്. അത് ദർശനമാണ്. ദർശനം മാറ്റി എഴുതപ്പെടേണ്ടി വരില്ല. ദീനദയാൽജി മുന്നോട്ടേക്ക് വെച്ച ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്നത് അത് ഋഷിമാരുടെ കാലാകാലങ്ങളായി മതങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഋഷിശ്രേഷ്ഠന്മാരുടെ തപസ്സിലൂടെ അവർക്ക് ബോധ്യപ്പെട്ട സത്യമാണ്. സത്യം ഉണ്ടാക്കുന്നതല്ല, അത് കണ്ടുപിടുത്തമല്ല, അത് എഴുതി തയ്യാറാക്കുന്നതല്ല, അത് സൃഷ്ടി അല്ല. അതുകൊണ്ട് അതിന് സൃഷ്ടാവില്ല, അതിന് ദൃഷ്ടാവാണ്. ഏകാത്മ മാനവ ദർശനത്തിൻ്റെ സൃഷ്ടാവല്ല പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ, ആ ദർശനത്തിൻ്റെ ദൃഷ്ടാവാണ്, സൃഷ്ടാവല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പഠനത്തിലൂടെ, ഇത് പണ്ടുകാലം മുതൽ തന്നെ നിരന്തരമായ തപസ്സിലൂടെ നമ്മുടെ ഭാരതത്തിലെ ജനസമൂഹത്തിൻ്റെ മുന്നിൽ എന്നും ജ്വലിച്ചു നിന്നിരുന്ന ഒരു സത്യമാണ്. ആ സത്യത്തെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഏകാത്മ മാനവ ദർശനം എന്ന ആ ഒരു ചിന്താസരണിയെ അദ്ദേഹം വെട്ടിത്തുറന്നു. അത് എന്നും നിലനിൽക്കുന്നതാണ്. അതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ സങ്കല്പം. ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് ചെങ്കോട്ടയിൽ വെച്ച് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഈ സർക്കാരിനെ നയിക്കുന്നത്, ഈ സർക്കാരിനെ മുന്നോട്ടേക്ക് പോകുവാൻ ആവശ്യമായ പ്രേരണയും പ്രചോദനവും നൽകുന്നത് തലമുറകളോളമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വികാരവായ്പാണ്. ആ വികാരവായ്പ എന്തിനു വേണ്ടിയാണ്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തുടിക്കുന്നതാണ്. പാവങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, ദുഃഖിക്കുന്നവർക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി. മാനവികതയുടെ ഉദാത്തമായ മൂല്യങ്ങളാണ് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ മുന്നോട്ടേക്ക് വെച്ചതും അതുതന്നെയാണ് എന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനത്തിന് എന്നും ശക്തി പകർന്നിട്ടുള്ളത് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ മുന്നോട്ടേക്ക് വെച്ച ഈ ഏകാത്മ മാനവ ദർശനം, അന്ത്യോദയം എന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അന്ത്യോദയം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിൻ്റെ അവസാനത്തെ വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആളിനെയും സ്പർശിക്കാൻ, ആ ആളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാനുമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാ പദ്ധതികളും ചെന്ന് നിൽക്കുന്നത് ആർക്കു വേണ്ടി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ്. ആർക്കു വേണ്ടിയാണ്? അതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ ബജറ്റിലും നീക്കി വച്ചിരിക്കുന്നത് ഇവിടുത്തെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി, പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി എത്രയെത്ര കോടിക്കണക്കിന് രൂപയാണ് നീക്കി വച്ചിരിക്കുന്നത്. ഗ്രാമങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ ബജറ്റിൽ കൂടുതൽ സമയവും ചെലവഴിച്ചിരിക്കുന്നത്, കൂടുതൽ തുകയും നീക്കി വച്ചിരിക്കുന്നത്. ആ ബജറ്റ് ഇത്ര ജനകീയമായ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ സർക്കാരിൻ്റെ പ്രേരണാ സ്രോതസ് എന്ന് പറയുന്നത് ഈ ഏകാത്മ മാനവ ദർശനമായതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ അക്രമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നു. അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കൊള്ളിവെപ്പിനും കൊള്ളയ്ക്കും ഒക്കെ മറുപടിയാണ് വാസ്തവത്തിൽ ദീനദയാൽജിയുടെ ജീവിതം. അദ്ദേഹം തന്നെ അക്രമത്തിന് ഇരയാകേണ്ടി വന്ന ഒരു ബലിദാനിയാണ്. വീരമൃത്യു വരിച്ച അവസാനത്തെ തുള്ളി രക്തം തൻ്റെ ശരീരത്തിൽ നിന്നും പോകും വരെ, അവസാനത്തെ വായു അദ്ദേഹം ശ്വസിക്കുന്നത് വരെ ഈ നാടിനു വേണ്ടി ശബ്ദിച്ചു, ചിന്തിച്ചു. ഈ നാടിലെ ജനങ്ങളുടെ
ക്ഷേമവും ഐശ്വര്യവും മാത്രമാണ് ഞാൻ കാക്ഷിക്കുന്നത് എന്ന് വെട്ടിത്തുറന്നു പറഞ്ഞു. അങ്ങനെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചതിന് ശേഷമാണ് മുഗൾ സറായി റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ഒരു ട്രെയിൻ കാത്തു നിന്നത്, പ്ലാറ്റ്ഫോം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖില ഭാരതീയ അധ്യക്ഷൻ മുഗൾ സറായി പോലൊരു റെയിൽവേ സ്റ്റേഷനിൽ രാത്രി സമയത്ത് പോയി നിന്ന് ആ ട്രെയിൻ കയറി അടുത്ത പ്രവർത്തന സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു പരിവ്രാജകനെ പോലെ നാട് മുഴുവൻ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ജനങ്ങളോട് സംവദിച്ചും അവരോടൊപ്പം ഉണ്ടും ഉടുത്തും ഉറങ്ങിയും ജീവിച്ച് അവരുടെ കണ്ണുനീർ തുടച്ച് അവരോടൊപ്പം അവരിൽ ഒരാളായി ഒരു ദേശീയ അധ്യക്ഷന് എങ്ങനെ മാറാൻ കഴിഞ്ഞു? അദ്ദേഹത്തിന് വേണമെങ്കിൽ എല്ലാ സുരക്ഷാ കാര്യങ്ങളും ആവശ്യപ്പെട്ട് ചോദിച്ചു വാങ്ങിച്ച് അങ്ങനെ പോകാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കുമായിരിക്കാം. പക്ഷേ അതിലൊന്നും സ്വന്തം ജീവനെപ്പോലും അദ്ദേഹം തൃണവൽഗണിച്ചുകൊണ്ട് എപ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നിറങ്ങിച്ചെന്ന് ജനങ്ങളുമായി സംവദിച്ച് അവരോടൊപ്പം ജീവിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടി അവർക്ക് നേതൃത്വം കൊടുത്ത് അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യ സ്നേഹിയായി. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ്? ഇന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമൊക്കെ വാസ്തവത്തിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ആശയപരമായ പാപ്പരത്വത്തിലേക്കാണ്. അവർക്ക് പറയാനൊരാശയമുണ്ടോ? ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന നേതാക്കന്മാർക്ക് കമ്മ്യൂണിസവുമായി വല്ല ബന്ധമുണ്ട്? അവർക്ക് ഉയർത്തിപ്പിടിക്കാനൊരു പ്രത്യയശാസ്ത്രമുണ്ടോ? കോൺഗ്രസിനൊരു പ്രത്യയശാസ്ത്രമുണ്ടോ? അവർക്ക് പറയാനൊരു മാതൃകയുണ്ടോ മുന്നിൽ? ഓരോ കാലത്തും ഓരോരുത്തരും ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കന്മാർ അവരുടെ ഗ്രൂപ്പുകാരായി മാറുകയാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള നേതാക്കന്മാരാണ്. ഓരോ നേതാക്കന്മാരുടെ ജന്മദിനം വരുമ്പോൾ ആ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടവർ മാത്രം പോയി പുഷ്പാർച്ചന നടത്തുന്ന വിഭാഗീയതയുടെ ആൾരൂപങ്ങളായി മാറുകയാണ്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതിക്കെതിരെ ദീനദയാൽജി നമുക്ക് നൽകുന്നത് നല്ല നല്ല പാഠങ്ങളാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തൊഴിലാളികൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇൻകിലാബ് സിന്ദാബാദ് വിളിച്ച് ചെങ്കൊടി ഏന്തിയവർ ഇതാരോടൊപ്പമാണ്? അവരന്തി ഉറങ്ങുന്നത് വൻകിട മുതലാളിമാരുടെയും ജന്മിമാരുടെയും അകത്തളങ്ങളിലും ദന്തഗോപുരങ്ങളിലുമാണ്. അവരുടെ കീശയിലിരിക്കുന്ന പണം മുതലാളിമാരുടെ പണമാണ്. പാവങ്ങളെ അവർ വഞ്ചിച്ചു, കബളിപ്പിച്ചു, ചതിച്ചു. അവർ ഇന്നാരും പാവങ്ങളോടൊപ്പമില്ല. അവസാനം വിദ്യാർത്ഥികളെയും ചതിച്ചു. വിദ്യാർത്ഥി സഹോദരങ്ങളെ മുഴുവൻ തന്നെ ചതിച്ചും വഞ്ചിച്ചും വലിയ വൻകിട കോളേജ് മാനേജ്മെന്റുകളോടൊപ്പം അവർ ചൊല്ലുന്ന പാട്ടിനടുത്ത് നൃത്തം ചവിട്ടുന്നവരായി മാറിയില്ലേ? എത്ര ജുഗുപ്സാവഹമായ, എത്രയോ ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഇന്ന് വിദ്യാർത്ഥികളും കൈയൊഴിയുക. അവർക്കിന്ന് വേണ്ടത് ഒരു ദിശാബോധമാണ്. ഒരു കാലത്തും കടാര കാണിച്ചും ആയുധങ്ങൾ കയ്യിലെടുത്ത് പ്രതിയോഗികളെ വകവരുത്തിയും ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ പറ്റില്ല. ഈ അക്രമരാഷ്ട്രീയമൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ എത്രയോ നാളുകൾക്ക് മുമ്പ് വെറുത്തു കഴിഞ്ഞതാണ്. ആശയമില്ലാത്ത വരുന്ന സന്ദർഭത്തിലാണ് ആയുധമെടുക്കുന്നത്. പറയാൻ ആശയമില്ല. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ ഒരു മാതൃകയാണ് എന്ന് പറയാനുണ്ടോ?